സംസ്ഥാനം ആവശ്യപ്പെട്ട വൻകിട പദ്ധതികൾ ഒഴിവാക്കി കേന്ദ്ര ബജറ്റിൽ ആമ സംരക്ഷണത്തിനായി കേരളത്തിന് പദ്ധതി വകയിരുത്തിയത് വിമർശനവും ട്രോളുകളുമായി മാറുമ്പോൾ ബജറ്റ് നിർദ്ദേശത്തെ സ്വാഗതം ചെയ്യുകയാണ് കോഴിക്കോട് പയ്യോളി കോളാടിപ്പാടത്തെ നാട്ടുകാർ. കടലാമ സംരക്ഷണത്തെക്കുറിച്ച് സർക്കാരുകൾ ആലോചിക്കും മുൻപ് തന്നെ സ്വന്തം നിലയിൽ മുട്ട വിരിയിച്ച് ആയിരക്കണക്കിന് ആമക്കുഞ്ഞുങ്ങളെ കടലിലേക്ക് അയച്ചവരാണ് തീരസംരക്ഷണ സേനാംഗങ്ങൾ. ഫണ്ട് അപര്യാപ്തതയെ തുടർന്ന് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ആമ സംരക്ഷണം മന്ദഗതിയിലാണ്. കേരളത്തിന് അനുവദിച്ച പദ്ധതി കോളാടിപ്പാടത്തിന് തന്നെ ലഭിക്കുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. കടലാമ സംരക്ഷണ കേന്ദ്രം സ്ഥാപിക്കുന്നതിനായി കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് പണം അനുവദിച്ച കേന്ദ്ര നടപടിയിൽ വലിയ ട്രോളും വിമർശനവും മറ്റു പരിഹാസവുമൊക്കെ സമൂഹമാധ്യമങ്ങളിൽ നിറയുമ്പോൾ ഇതിനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരുപറ്റം ആളുകൾക്കൊപ്പമാണ് നമുക്കുള്ളത്. കോഴിക്കോട് ജില്ലയിലെ കൊളാവിപ്പാലം ബീച്ചിൽ കുറച്ച് വർഷങ്ങളായി തന്നെ ഏതാണ്ട് 3 പതിറ്റാണ്ടായി ഇത്തരത്തിൽ കടലാമകളുടെ പ്രജനനം നടത്തുകയും അവരെ തിരിച്ച് കടലിലേക്ക് അയക്കുകയും ചെയ്യുന്ന സന്നദ്ധ പ്രവർത്തനം ചെയ്യുന്ന ആളുകളാണ് ഉള്ളത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, ഒരുപാട് നാളുകളായി നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ഒരു മേഖലയാണല്ലേ, അതാണിപ്പോൾ ഒരു കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം വന്നിരിക്കുന്നു, ഒരു കടലാമ സംരക്ഷണ കേന്ദ്രം കേരളത്തിൽ വേണം, അതിനായി പണം അനുവദിച്ചിരിക്കുന്നു. എങ്ങനെ ഈ തീരുമാനത്തെ നിങ്ങൾ നോക്കിക്കാണുന്നു? കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് കടലാമ സംരക്ഷണ കേന്ദ്രത്തിന് അനുവദിക്കുകയാണെങ്കിൽ മുമ്പത്തെ പോലെ വളരെ ഊർജ്ജസ്വലമായി ഞങ്ങൾക്ക് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. ഒരു കാലത്ത് നൂറുകണക്കിന് കടലാമകൾ ഇവിടെ കൂടുകൂട്ടാനെത്തിയിരുന്നു. സീവാളിന് പുറത്ത് മണലില്ലാത്തതുകൊണ്ടും കടലിലെ മറ്റ് ഫിഷിംഗ് ഗിയറുകളിലുള്ള പ്രവർത്തനങ്ങളുടെ തകരാറ് കൊണ്ടാണ് കടലാമകൾ കൂടുതൽ വംശനാശത്തിന്റെ വക്കിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ പ്രവർത്തനം ആ വക കാര്യങ്ങളിൽ ബോധവൽക്കരണ പ്രവർത്തനത്തിലൂടെ പരിഹരിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. നിങ്ങളൊരു പ്രകൃതി സംരക്ഷണ സമിതിയല്ലേ, എങ്ങനെയാണ് ഇതിന്റെ ഒരു തുടക്കം? ഈ എന്തുകൊണ്ട് കടലാമകളെ ഇങ്ങനെ കൊണ്ടുവരണം, മുട്ടയിടി വിരിയിച്ച് കടലിലേക്ക് വിടണം, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ നാട്ടുകാർ എത്തിയത് എന്തുകൊണ്ടാണ്? വംശനാശം സംഭവിക്കുന്ന ഒരു ജീവി എന്നുള്ള ഒരു ബോധത്തോടു കൂടിയാണ് ഞങ്ങൾ 92 മുതൽ കടലാമ സംരക്ഷണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടത്. ഈ കെട്ടിടമൊക്കെ സജ്ജീകരണങ്ങൾക്ക് നിങ്ങൾ ഇതിനു വേണ്ടി ഉണ്ടാക്കിയതാണ്? 98 മുതൽ ഫോറസ്റ്റിന്റെ സഹായം ഉണ്ടായി. ഡെയിലി വേസ് കിട്ടിയ ആ പൈസ ഞങ്ങളെടുത്ത് അതിൽ നിന്ന് മിച്ചം വെച്ച പൈസ കൊണ്ട് ഈ സ്ഥലം വാങ്ങി കെട്ടിടം ഉണ്ടാക്കി. പിന്നീട് എന്ത് സംഭവിച്ചു? ഇപ്പം അത്ര സജീവമല്ല, നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ അത്ര സജീവമല്ലേ? ഇപ്പോൾ ഫണ്ട് കൃത്യമായിട്ട് കിട്ടുന്നുമില്ല, പിന്നെ എല്ലാ വ്യക്തികളും ബാധ്യതയും ആയി. അങ്ങനെ എത്ര വരെയൊക്കെ ആമകളെ നിങ്ങൾ കടലിലേക്ക് വിട്ടിട്ടുണ്ട് ഓരോ വർഷങ്ങളിലും? ഇതുവരെ 60,000-ഓളം ആമക്കുഞ്ഞുങ്ങളെ ഞങ്ങൾ വിരിയിച്ച് കടലിലേക്ക് വിട്ടു. ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ വർഷം 256 മുട്ടയാണ്, 2 ആമയുടെ 256 മുട്ട, അതിൽ 76 കുഞ്ഞുങ്ങളെ കടലിൽ. ഇപ്പോൾ അകത്തൊരു ആമ കിടപ്പുണ്ടല്ലേ, അത് ഒരെണ്ണം മാത്രം ഇപ്പോൾ ഉള്ളോ? അത് എവിടുന്ന് എങ്ങനെയാണ്? ആദ്യമായി ഇങ്ങനൊരു ഫണ്ട് അനുവദിച്ച കേന്ദ്രമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമന് അഭിനന്ദനം നൽകുകയാണ്. അതിലൊരു ആമയുണ്ട്, പക്ഷേ അത് ഇടത് ഭാഗത്തെ കൈയും കാലും ഇല്ല. അപ്പം അത് ശരിക്കും കൊളായിപ്പാലത്തുള്ള ഈ കടലാമ സംരക്ഷണ കേന്ദ്രം ഒരു റെസ്ക്യൂ സെന്ററായിട്ടാണ് പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ ഇതുവരെ ഇത്തരം ഒരു സംവിധാനം ഇവിടെ ഇല്ല. അപ്പോൾ ചികിത്സയ്ക്ക് വരുന്ന ആമകൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റാണ് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ വേറെ നിന്ന് കിട്ടിയാൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പം അങ്ങനെ അത് മാത്രമല്ല, ഇനിയിപ്പോൾ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്, സംവിധാനം ഉണ്ടെങ്കിൽ, സാമ്പത്തികമാണ് എല്ലാവരും പ്രശ്നം, സംവിധാനം ഉണ്ടെങ്കിൽ പഴയ പോലെ തന്നെ വളരെ സജീവമായിട്ട് കടലാമകളെ സംരക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. നാട്ടുകാർ, ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പല്ല, ഈ നാട്ടുകാർ തയ്യാറാണ്. കാരണം ഇപ്പം അങ്ങനെയാണ് വർഷങ്ങളായിട്ട് നടക്കുന്നത്. എന്താ വെച്ചാൽ പയ്യോളി മുതൽ കാപ്പാട് വരെയുള്ള ആൾക്കാർ വരെ മുട്ട അഥവാ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വിളിച്ചറിയിക്കും. എന്നിട്ട് ഞങ്ങൾ അവിടെ പോയി മുട്ട കലക്ട് ചെയ്യും, ഇവിടെ ഹാച്ചറിയിൽ വെച്ച് വിരിയിക്കും. ഇനിയും ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങളെ തലമുറ അവസാനിക്കുന്നവരെ. നിങ്ങളൊരു വലിയ ആവേശപൂർവ്വം ഇത് ചെയ്തിരുന്നല്ലേ? ഈ ഓരോ തവണയും മുട്ട വിരിയിച്ച് പുറത്തേക്ക് അല്ലെങ്കിൽ കടലിലേക്ക് വിടുമ്പോൾ ഒരു വലിയൊരു സന്തോഷമായിരുന്നല്ലേ? കടലിലേക്ക് വിരിഞ്ഞ കുഞ്ഞുങ്ങളെ കടലിലേക്ക് വിടുമ്പോൾ ഈ മൊത്തം പ്രദേശത്തുള്ള ആൾക്കാരുണ്ടാവും. കാരണം അതൊരു ആവേശമാണ്. കാരണം പണ്ട് മുട്ടകൾ തിന്നിരുന്ന ആൾക്കാരാണ്. അപ്പം അത് ഒരു 5-8 കൊല്ലം ഞങ്ങൾ അവയർനെസ് പ്രോഗ്രാം നടത്തിയിട്ട് ഇത് എന്തുകൊണ്ട് സംരക്ഷിക്കണം എന്നത് ഞങ്ങൾ അവരെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഇപ്പോൾ ഒരു ആവേശമാണിത്. നിങ്ങൾ എങ്ങനെയാണ് ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കിയത്? എങ്ങനെയാണ് ബിൽഡിംഗ് ഉണ്ടാക്കിയത്? പിന്നെ ഞങ്ങളെ ഡെയിലി വേജസിന്റെ ഫണ്ട് വേറെ ഒന്നിനും ഉപയോഗിക്കുന്നില്ല, ഞങ്ങൾ വ്യക്തിപരമായിട്ട് ആരും എടുക്കുന്നില്ല. അപ്പോൾ ആ പൈസ കളക്ട് ചെയ്ത് വെച്ചിട്ട് ബിൽഡിംഗ് ഉണ്ട്, മുമ്പിലുള്ള സ്ഥലമുണ്ട്, ഹാച്ചറി ഉണ്ട്, എല്ലാം ഞങ്ങൾ വാങ്ങിയത് സ്വന്തം ഈ തീരത്തിന്റെ പൈസ കൊണ്ട് മാത്രം. ഇതിന്റെ പേര്
തീരം നേച്ചർ കൺസർവേഷൻ സൊസൈറ്റി, രജിസ്റ്റേർഡ് സൊസൈറ്റി. ഇത് വനംവകുപ്പ് പിന്നീട് അംഗീകരിച്ചല്ലേ? വനംവകുപ്പിന്റെ സഹായമൊക്കെ ഉണ്ടായിരുന്നു, അവരുടെ ഒരു സഹകരണം ഉണ്ടായി. വനംവകുപ്പ് 98 മുതലാണ് സാമ്പത്തികമായിട്ട് സഹായിക്കാൻ തുടങ്ങിയത്. 92 മുതൽ ഡൊമസ്റ്റിക് ആയിട്ട് ഹാച്ചറി ഉണ്ടാക്കി ഞങ്ങൾ അതിന്റെ അടുത്ത് തന്നെ കിടന്നുറങ്ങുകയും ചെയ്താ. കാരണം ഞങ്ങളെല്ലാം ഫിഷർമാൻ ഫാമിലിയിൽപ്പെട്ട ആൾക്കാരാണ്. ഞങ്ങൾ അന്നേ കടപ്പുറം കിടന്നുറങ്ങുന്ന ആൾക്കാരല്ലേ. അതുകൊണ്ട് തന്നെ ഇതൊന്നും ഞങ്ങൾക്കൊരു വിഷയമല്ല. അപ്പം അങ്ങനെ ഒരു തുടങ്ങി നോക്കി എന്താ പറ്റുക നോക്കുന്നേരം വളരെ ഗംഭീര. പക്ഷെ അന്ന് തുടങ്ങുമ്പോൾ ഇത്ര ഒരു ഗൗരവമുള്ളതെന്ന് കാണാൻ അറിയില്ല. നിങ്ങളൊക്കെ അത്ര വലിയ പ്രായമുള്ള സമയത്തല്ലേ തുടങ്ങിയതല്ലേ? ഒരു ചെറുപ്പക്കാരെ നിൽക്കുന്ന സമയത്തായിരിക്കും ഇത് ആരംഭിച്ചത് അല്ലേ? അതെ, നമ്മളെ ചെറുപ്പത്തിൽ തന്നെ തുടങ്ങിയത് 1992 തുടങ്ങിയ സ്ഥാപനം ഇത്. അന്ന് നമ്മളൊരു ആവേശത്തിന് ചെയ്തു, പിന്നെ അത് തുടർന്ന് പോയി എന്നുള്ളു. ഈ ചെയ്യുന്തോറും ആവേശം കൂടിയായിരിക്കും. ഓരോ തവണ കടലിലേക്ക് ആമകളെ വിടുമ്പോഴും കുറേ കുട്ടികളെല്ലാം, സ്കൂൾ കുട്ടികളെല്ലാം ഇവിടെ ഇത് കാണാൻ വരും. അപ്പം പിന്നെ നമുക്ക് ആവേശം കൂടുമല്ലോ. ഒരു ദിവസം 10 സ്കൂളിലെ കുട്ടികളടക്കം ഇവിടെ വന്ന് ഇതെല്ലാം കണ്ടുപോയതാണ്. അത്രയും ആളുകൾ എത്താറുണ്ടായിരുന്നു. അത്രയും ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പോഴും ഈ സ്ഥലം എന്ന് പറഞ്ഞ ആളുകളുടെ മനസ്സിൽ ആമ എന്നുള്ള ഈ കുളായിപ്പാലം എന്ന് പറയുന്നത് ആദ്യം എല്ലാവരും ഓർമ്മയിൽ വരുന്നത് പിന്നെ ഈ കടലാമ സംരക്ഷണ കേന്ദ്രമാണ്. പക്ഷെ ഇപ്പോൾ ചെറിയൊരു മന്തി വെച്ചാണ് പോകുന്നത്. ഫണ്ടില്ല, പിന്നെ ഓരോരുത്തർക്കും ഓരോ ബാധ്യതയായി കാര്യമായിട്ട് ഫണ്ടില്ലാത്തതുകൊണ്ട്. ഇപ്പോൾ ഈ തീരുമാനം വന്നപ്പോൾ നിങ്ങൾക്ക് ഒരു ഊർജ്ജമായി കാണും പെട്ടെന്നല്ലേ ഈ കടലാമ സംരക്ഷണത്തെ പറ്റി ഒരു കേന്ദ്ര സർക്കാർ തന്നെ പറയും. അതെ, തീർച്ചയായും. പിന്നെ ഈ ഭാഗത്ത് കുളായിപ്പാലത്ത് ഒരു പുളിമൂട്ടിന്റെ കുറെ കാലമായിട്ട് ജനങ്ങൾ ഇവിടുത്തെ മൊത്തത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതുവരെ അതിന് യാതൊരു പഠനം നടത്തുന്നുണ്ട് എന്നല്ലാണ്ട് ഒന്നും ഇതുവരെ ഒന്നും ആയിട്ടില്ല. വാർഡ് കൗൺസിലറാണല്ലേ? BJP കൗൺസിലറാണ്. ഇങ്ങനൊരു തീരുമാനം കേന്ദ്രത്തിന്റെ വന്നപ്പോൾ എന്ത് തോന്നുന്നു? വളരെ സന്തോഷം തോന്നുകയാണ്. കാരണം ഇങ്ങനെ ഒരു ഇത് കേട്ടപ്പോൾ തന്നെ ഇപ്പോൾ മനസ്സിലോടി വന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളുടെ ആവേശം. കുളായിപ്പാലത്തെ ജനങ്ങളെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ 6 വർഷമായിട്ടുണ്ട് കൗൺസിലർ. 6ാമത്തെ വർഷമാണ് കൗൺസിലർ, തുടർച്ചയായിട്ട് 6ാമത്തെ വർഷമാണ്. അപ്പോൾ ഞാൻ കണ്ടെടുത്തോളം ഇവരെ ഈ ആവേശം എന്ന് പറഞ്ഞാൽ മുട്ട എടുത്ത് അതിനെ വിരിയിച്ച് കടലിലേക്ക് വിടുന്നത്. ഈ പ്രദേശത്തുള്ള ജനങ്ങളൊക്കെ വന്ന് ഒരു സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ കല്യാണത്തിന് ചെറുക്കൻ വീട്ടുകാരോട് കൂടെ പോകുന്ന പോലെ ഇവിടെ കടലിലേക്ക് അയച്ചു വിടുന്നത്. ഇപ്പോൾ ഇവർ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി അവരാ മുമ്പുള്ള ആവേശം എന്തായിരുന്നു എന്നുള്ളത്. ഉറപ്പായിട്ടും ഇവിടെ ഈ കുളായിപ്പാലത്ത് ഫണ്ട് അനുവദിക്കുകയാണെങ്കിൽ ഈ പ്രദേശത്തുള്ള ജനത മൊത്തം ഒറ്റക്കെട്ടായി നിന്ന് ഈ ആമ വളർത്തു സംരക്ഷണം നല്ല ഒരു ലോകം അറിയുന്ന ഒരു വിനോദ കേന്ദ്രമാക്കും. അതിലൊരു സംശയവും വേണ്ട. നല്ലൊരു രീതിയിൽ തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകും. ഇതിപ്പോൾ എണ്ണം വല്ലാതെ കുറയുന്നുണ്ടല്ലേ ആമകളുടെ? എന്താണ് അതിന്റെ പ്രധാന കാരണം? എന്താണ് ഈ മുൻ വർഷങ്ങളിലെ പോലെ വരാത്തത്, ഈ മുട്ടകൾ ലഭിക്കാത്തത് എന്തുകൊണ്ടാണ്? കഴിഞ്ഞ വർഷം 2 മുട്ടയാണ് ലഭിച്ചത് അല്ലേ? ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ഒരു 30 മീറ്ററെങ്കിലും കടൽ ഭിത്തിക്ക് പുറത്ത് മണലുണ്ടായിരുന്നു. അപ്പോൾ അത് പാടെ നിന്നുപോയിരിക്കുകയാണ്, മണലില്ല. അതിൽ ഒരു മെയിനായിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ അഴിമുഖത്ത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന അനധികൃതമായിട്ടുള്ള മണൽ ഖനനമാണ്. കടലിൻ്റെ ഒഴുക്കിനനുസരിച്ചിട്ട് മണൽ അഴിമുഖത്ത് വന്നു ചേരും. അത് മണൽ ഇവർ തോണിയിൽ കയറ്റി ലോറിയിൽ ആക്കി കൊണ്ടുപോയി തന്നെ. അവരത് എടുക്കുന്നില്ലെങ്കിൽ തിരിച്ച് ആ മണൽ ഈ തീരത്ത് തന്നെ വരും. അത് കടലിൻ്റെ ഒരു സ്ഥിതിയാണ്. നമ്മളെ ഏറ്റവും വലിയ ഈ പ്രദേശത്തിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരു പുലിമുട്ട് പണിയാണ്. അഴിമുഖത്ത് ഒരു പുലിമുട്ട് പണിയാണെങ്കിൽ വലിയൊരു സാൻഡ് ബാങ്ക്സ് അവിടെ സൃഷ്ടിക്കപ്പെടും. അത് ഇവിടുത്തെ കടലാമകൾക്ക് കയറാനും നിലവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് കടൽ തീരം ശോഷിച്ചുകൊണ്ട് മീൻ പിടിക്കാൻ പോകാത്തൊരവസ്ഥയുണ്ട്. അപ്പം ഇവിടുത്തെ മൊത്തം ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായൊരു കാര്യമാണ് ഈ പുലിമുട്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി കടലാമ സംരക്ഷണ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഫണ്ട് അനുവദിക്കുമ്പോൾ ഈ പുലിമുട്ടിൻ്റെ കാര്യം കൂടി പരിഗണിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ ഇവിടെ തന്നെ ഇത് ലഭിച്ചേക്കും? കാരണം ഇത് വളരെ സജീവമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടം ഇവിടെയാണ് അല്ലേ? പുതിയതായി ഒന്നും വേണ്ട ഇവിടെ നല്ല പ്രതീക്ഷയാണ്. കാരണം പണ്ട് മുതലേ നമ്മൾ ചെറുപ്പത്തിലേ കാണുന്നതാണ്. ചെറുപ്പത്തിലെല്ലാം പിന്നെ ഒരുപാട് മീറ്ററുകൾ അപ്പുറമാണ് കടൽ ഉള്ളത്. അപ്പം മണ്ണിന്റെ ഇങ്ങനെ പോന്നിട്ട് പിന്നെ അവിടെ നിന്ന് മണ്ണിങ്ങനെ പോകുന്നതിനെ കൊണ്ട് നശിച്ച് പോകാണ്. അപ്പോൾ ഒരു പുളിമുട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ലൊരു രീതിയിലുള്ള വികസന പ്രവർത്തനം ഇവിടെ കാഴ്ചവെക്കാം. എന്തായാലും കടലാമ സംരക്ഷണം ഒരു സാധാരണ കാര്യമല്ല, വലിയ ഒരു പാരിസ്ഥിതിക പ്രത്യേകതയുള്ളൊരു കാര്യമാണ് എന്ന് തന്നെ ഇവർ പറയുന്നു. നിലവിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനമാണ്. പക്ഷേ അതിന് സാമ്പത്തികമായ പരിമിതികളൊക്കെ ഒരുപാടുണ്ട്. മറ്റ് ഈ ജൈവപരമായ കാര്യങ്ങളുമൊക്കെ ഈ കടലാമകളുടെ വരവിനെ ബാധിക്കുന്നു. ഇതിനൊക്കെ ഒരു പരിഹാരമാവും. ഇക്കാര്യത്തിൽ ഒരു സമഗ്രമായ ഒരു പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ, എന്തായാലും അങ്ങനൊരു പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ തങ്ങളെ തന്നെ ആദ്യം സർക്കാരുകൾ പരിഗണിക്കുമെന്ന പ്രതീക്ഷയാണ് ഇവിടുത്തുകാർക്ക് ഉള്ളത്.
ഇപ്പോൾ കോഴിക്കോട് കയ്യോളിയിലെ കോളാടിപ്പാലത്ത് നാട്ടുകാർ സന്തോഷത്തിലാണ്. കടലാമ സംരക്ഷണത്തിന് കേന്ദ്ര സർക്കാർ ഫണ്ട് അടക്കം അനുവദിച്ചതിൽ. കേരളമൊട്ടാകെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ട്രോളുകൾ നടക്കുമ്പോൾ ഈ നാട്ടുകാർ വലിയ പ്രതീക്ഷയിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. MS അനീഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.